എല്ലാവർക്കും നമസ്കാരം. BSF, CRPF, CS തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. SSC കോൺസ്റ്റബിൾ GD പുതിയ നോട്ടിഫിക്കേഷൻ 2026 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 31 ഡിസംബർ 2025 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ 2026 വരെയാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 25,487 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ വേക്കൻസി 23,467 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 2,020 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BSFിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 524 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 92 വേക്കൻസി, CSFിലേക്ക് 13,135 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1,460 വേക്കൻസി, CRPFിലേക്ക് 5,366 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 124 വേക്കൻസിയാണ്. SSBയിലേക്ക് 1,764 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ITBPയിലേക്ക് 1,099 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 194 വേക്കൻസിയാണ്. അസം റൈഫിൾസിലേക്ക് 1,556 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 150 വേക്കൻസിയാണ്. SSFിലേക്ക് 23 വേക്കൻസി ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ടോട്ടൽ 25,487 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 23 വയസ്സ് വരെ അൺറിസർവ്ഡിനും 26 വയസ്സ് OBCക്കും 28 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 2/1/2003 1/1/2008 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് 3 വർഷം OBCക്കും 5 വർഷം SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ട്. SC/ST വുമൺ കാൻഡിഡേറ്റ്സിന് എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല. സോ നമുക്ക് റിക്രൂട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എവിടേക്കാണെന്ന് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയുണ്ട്, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ തുടങ്ങിയ എക്സാമിനേഷൻ സെൻറ്ററുകളാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. SSCയുടെ 1 ടൈം പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക്